ഹലോ ഗായ്സ്, ഈ വർഷത്തെ പെരുന്നാൾ ആഘോഷം ദാറ്റ് വാസ് മൈ അഞ്ജലി മേനൻ അല്ലെങ്കിൽ വിനീത് ശ്രീനിവാസൻ മൂവി മൊമെൻ്റ് എന്ന് പറയാം. ഞാനിപ്പോൾ കയറി ചെല്ലണത് എന്ന ഫേമസ് ആയ ജേക്കബിൻ്റെ സ്വർഗരാജ് എന്ന മൂവിയിലെ കോട്ട് പോലെയായിരുന്നു. അവസാനം ഞാൻ ഓണം അല്ല പെരുന്നാൾ ആഘോഷിച്ചത് എൻ്റെ ഓർമ്മയിൽ അത് 90s ഒരു കുട്ടിയായിരിക്കുമ്പോൾ ഉള്ള ഒരു ആഘോഷമാണ്. അതിനുശേഷം പെരുന്നാളേ കൂടിയിട്ടില്ല. അന്നത്തെ പെരുന്നാളാഘോഷം എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ബോർഡിങ്ങിൽ നിന്ന് വരുമ്പോൾ ലിയോ ചേട്ടനും ജിസൂട്ടനും ഇരുന്ന് കൊടി കുത്താനുള്ള സാധനം ഉണ്ടാക്കുന്നതായിരുന്നു. അന്നത്തെ പെരുന്നാളാഘോഷത്തിൻ്റെ ഇടയിൽ എൻ്റെ കസിൻ്റെ കാല് പൊള്ളിയതും എൻ്റെ പാവാട കത്തിയതൊക്കെ നല്ല ഓർമ്മയുണ്ട്. ഈ വർഷം ഈ വർഷം എന്ന് പറയാൻ പറ്റില്ല, എത്ര 2 decades ശേഷം ഇപ്പം ആഘോഷിക്കാൻ വന്നപ്പോൾ ഒത്തിരി മാറ്റങ്ങൾ, ചെണ്ടമേളം, എന്തൊക്കെ തരത്തിലുള്ള വെടിക്കെട്ടുകളാണ് പള്ളിപ്പറമ്പിലുള്ള ഈ ആഘോഷം. ഇതൊക്കെ എനിക്ക് പുതുമയാർന്നതായിരുന്നു. അന്നത്തെ ആഘോഷത്തിൽ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അപ്പാപ്പനും അമ്മാമിയും പിയപ്പാപ്പനും ഇന്നില്ല എന്നോർത്തപ്പോൾ ഇത്തിരി വിഷമമുണ്ടായി. പക്ഷെ അതങ്ങനെയാണ്, കാലം പോകുമ്പോൾ നമ്മൾ ഓരോരുത്തരായി ഇല്ലാതെ ആവുമല്ലോ. പിറ്റേ ദിവസം ഞങ്ങൾ കൂടിയത് യാക്കോബാപ്പൻ്റെ വീട്ടിലാണ്. അവിടുത്തെ സദ്യയ്ക്ക് ശേഷം കെട്ടാനുള്ള പടക്കത്തിൻ്റെ ഇതൊക്കെ കണ്ട് ഞാൻ അന്തം വിട്ടുപോയി. അത് കഴിഞ്ഞ് തറവാട്ടിൽ വന്ന് ബാക്കി പടക്കങ്ങളെയും ഈ സൂത്രങ്ങളെയൊക്കെ കത്തിച്ച് പ്രദക്ഷിണത്തിന് പോകുമ്പോൾ അതും നോക്കി നിന്നു. പപ്പയുടെയും പേപ്പന്മാരുടെയും മേമന്മാരുടെയും ഒക്കെ ഒപ്പം ഇങ്ങനെ കമ്പത്തിരിയും കത്തിച്ച് ആഘോഷിച്ച് നിന്നപ്പോൾ എന്തോ ഞാൻ മനസ്സിന് വല്ലാത്തൊരു സുഖം കിട്ടി. എവിടെയോ ഞാൻ ഇപ്പോഴും കുട്ടിയാണല്ലോ, പെച്ചിക്കുട്ടിയായി മാറി. ആഘോഷങ്ങളൊക്കെ തീർന്ന് 2 സദ്യകളൊക്കെ കഴിഞ്ഞപ്പോൾ ഒരാൾ മിസ്സിങ് ആയിരുന്നു. ആര്? നമ്മുടെ ബിരിയാണി. ഒട്ടും വിഷമിക്കേണ്ടി വന്നില്ല. വൈകിട്ട് മേരിയമ്മയുടെ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു നല്ല അടിപൊളി ബിരിയാണി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഒപ്പം ബെന്നിയേട്ടനും ജോണേട്ടനും കൂടി നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു അത്യുഗ്ര വെടിക്കെട്ട് ഫയർ വർക്ക്സ് അതും ഉണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഇത്രയും അടുത്ത്, ഇത്രയും കംഫർട്ടബിൾ ആയിരുന്ന, ഇത്രയും നല്ല ഇത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നാട്ടിലെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. പക്ഷേ ഈ പെരുന്നാൾ ആഘോഷം മനസ്സിന് ഒത്തിരി സന്തോഷവും ഒരുപാട് ഓർമ്മകളിലേക്കും കൊണ്ടുപോയി. എല്ലാ വർഷം വന്ന് കൂടണം എന്ന ആഗ്രഹമുണ്ട്. ഇനി എന്നാ വരാമെന്ന് എനിക്കറിയില്ല. നാട്ടിലെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. പക്ഷെ തൽക്കാലം ഈ വീഡിയോ ഇവിടെ നിർത്താണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ടാറ്റ ബൈ ബൈ, സീ യു. പിന്നെ എൻ്റെ മലയാളം അത്ര പെർഫെക്റ്റ് അല്ല, തെറ്റുകൾ കാണും, ദയവായി ക്ഷമിക്കണം കേട്ടോ.